കിങ്ഡംസ്, കിങ്സ് ആൻഡ് ഏർലി റിപ്പബ്ലിക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. 5ാമത്തെ ചാപ്റ്ററായിരുന്നു. അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ജനപതാസിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മഹാജനപതാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. About 2500 years ago, some Janpathas became more important than others. കുറച്ച് ജൻപതാസ്, ജനങ്ങൾ താമസിച്ചിരുന്ന ജനങ്ങൾ സെറ്റിൽ ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ജനപഥ. അപ്പോൾ ചില ജനപഥങ്ങൾ മഹാജനപഥങ്ങളായി മാറി, ഇമ്പോർട്ടൻ്റ് ദാൻ അതേഴ്സ്, ആൻഡ് ദേ വർ നോൺ ആസ് മഹാജൻപഥാസ്. സം ഓഫ് ദീസ് ആർ ഷോൺ ഇൻ മാപ്പ് 4. മാപ്പ് 4 അങ്ങനെയുള്ള ചില മഹാജനപഥങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. സം ഓഫ് ദീസ് ആർ ഷോൺ ഇൻ ദ മാപ്പ് 4. മഹാജൻപഥാസ് ഹാഡ് എ ക്യാപിറ്റൽ സിറ്റി. അവർക്കൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാവും. മെനി ഓഫ് ദീസ് വെർ ഫോർട്ടിഫൈഡ്. ചുറ്റും അതിന് കോട്ടയുണ്ടാവും. ദിസ് മീൻസ് ദാറ്റ് ഹ്യൂജ് വാൾസ് ഓഫ് വുഡ്, ബ്രിക്ക് ഓർ സ്റ്റോൺ വെർ ബിൽഡ് അറൗണ്ട് ദം. അതിനെ ചുറ്റും കോട്ട പോലെ വുഡ് കൊണ്ടോ ബ്രിക്ക് കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ തീർത്ത ഒരു വാളുണ്ടാവും. ഫോർട്ട്സ് വെർ പ്രോബബ്ലി ബിൽറ്റ് ബിക്കോസ് പീപ്പിൾ വെർ അഫ്രെയ്ഡ് ഓഫ് അറ്റാക്സ് ഫ്രം അതർ കിങ്സ്. മറ്റ് രാജാക്കന്മാർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കോട്ട ഉണ്ടാക്കുന്നത്, വാൾസ് ഉണ്ടാക്കുന്നത്. ആൻഡ് നീഡഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ലി ദാറ്റ് സം റൂളേഴ്സ് വാണ്ടഡ് ടു ഷോ ഹൗ റിച്ച് ആൻഡ് പവർഫുൾ ദേ ആർ. ചില കിങ്സ്, ചില റൂളേഴ്സ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര റിച്ചാണ്, പവർഫുള്ളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ കോട്ടകൾ അല്ലെങ്കിൽ വലിയ വാള് അവരുടെ ബൗണ്ടറിയിലുണ്ടാക്കും. ആൻഡ് വെർ ബിൽഡിങ് റിയലി ലാർജ്, ടോൾ ആൻഡ് ഇംപ്രസീവ് വാൾസ് അറൗണ്ട് ദെയർ സിറ്റീസ്. അവരുടെ സിറ്റിക്ക് ചുറ്റും ഇംപ്രസീവായ വലിയ ടോളായ ലാർജായ വാൾസ് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ ദിസ് വേ the land and the people living inside the fortified area എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കുള്ളിലെ ഏരിയ could be controlled more easily by the king. ആ കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാരെ ഈസിലി ആയിട്ട് മാനേജ് ചെയ്യാം, ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ആൻഡ് ബിൽഡിങ് സച്ച് ഹ്യൂജ് വാൾസ് റിക്വയർഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്ലാനിങ്. ഒരുപാട് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അതിന്. തൗസൻഡ്സ് ഇഫ് നോട്ട് ലാക്സ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺസ് ഹാഡ് ടു ബി പ്രിപ്പയർഡ്. ലക്ഷക്കണക്കിന് സ്റ്റോണും ബ്രിക്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. ദിസ് ഇൻ ടേൺ മെൻറ്റ് എനോർമസ് ലേബർ. ഒരുപാട് ജോലിയുണ്ട്. പ്രൊവൈഡഡ് പോസിബിളി ബൈ തൗസൻഡ്സ് ഓഫ് മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ. ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. ദീസ് റിസോഴ്സസ് ഹാഡ് ടു ബി ഫൗണ്ട് ഫോർ ഓൾ ദീസ്. ഇതിനെല്ലാത്തിനും റിസോഴ്സസ് വേണം, പൈസ വേണം, അതിനുള്ള മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഫോർട്ടിഫിക്കേഷനാണ്. ഫോർട്ടിഫിക്കേഷൻ വാൾ അറ്റ് കോശംബി. ദിസ് പിക്ചർ ഓഫ് റിമെയിൻസ് ഓഫ് എ വാൾ മെയ്ഡ് ഓഫ് ബ്രിക്ക്. ബ്രിക്ക് കൊണ്ട് ചെയ്ത ഒരു വാളിൻ്റെ റിമെയിൻസാണ്, അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഫൗണ്ട് നിയർ പ്രസൻറ്റ് ഡേ അലഹബാദ്. അലഹബാദ്, ഉത്തർപ്രദേശിലെ അലഹബാദിൻ്റെ അടുത്ത് കണ്ട ഒരു വാളിൻ്റെ റിമെയിൻസാണിത്. പാർട്ട് ഓഫ് ഇറ്റ് വാസ് പ്രോബബിളി ബിൽറ്റ് അബൌട്ട് 2500 years ago. 2500 years ago ബിൽറ്റ് ചെയ്ത ഒരു വാളിൻ്റെ റിമെയിൻസാണിത്. The new Rajas now began maintaining armies. അപ്പോൾ ഈ പുതിയ രാജാക്കന്മാർ ആർമി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി, സ്വന്തമായിട്ട് ആർമി. നേരത്തെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചു, അപ്പോൾ അവർക്ക് ഒരു ഓർഗനൈസ്ഡ് ആർമിയൊന്നും ഉണ്ടായിരുന്നില്ല. ദ സോൾജേഴ്സ് വെർ പെയ്ഡ് റെഗുലർ സാലറീസ്. സോൾജേഴ്സിന് റെഗുലർ സാലറി കൊടുക്കാൻ തുടങ്ങി. ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ കിങ് ത്രൂ ഔട്ട് ദി ഇയർ. ഈ ആർമി ഈ സാലറി കൊടുത്തുകൊണ്ട് സോൾജേഴ്സ് ഈ രാജാവിൻ്റെ കൂടെ ഉണ്ടാവും. Some payments were probably made using punch-marked coins ആണ് അവർ കൊടുത്തിരുന്നത്. And you will read more about these coins in chapter 8. Chapter 8 ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. List 2 ways in which the Rajas of the
ജനപദാസ് വെർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് മെൻഷൻഡ് ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദയിൽ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരും ഈ രാജാക്കന്മാരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. അടുത്തത് ടാക്സസിനെ കുറിച്ചാണ്, നികുതിയെക്കുറിച്ച് നോക്കാം. ആസ് റൂളേഴ്സ് ഓഫ് ദ മഹാജൻപദാസ് വേർ ബിൽഡിംഗ് ഹ്യൂജ് പോർട്ട്സ്, വലിയ ഫോർട്ടുകൾ ഉണ്ടാക്കുന്നു, കോട്ടകൾ ഉണ്ടാക്കുന്നു. മെയിൻറ്റെയിനിങ് ബിഗ് ആർമീസ്, വലിയ ആർമികൾ ഉണ്ടാക്കുന്നു. ദേ നീഡഡ് മോർ റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സസ് വേണം, അതിന് പൈസ വേണം. ആൻഡ് ദേ നീഡഡ് ഒഫീഷ്യൽസ് ടു കളക്ട് ദീസ്, അത് കളക്ട് ചെയ്യാനായിട്ട് ഒഫീഷ്യൽസ്, അധികാരികൾ വേണം. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് ഓൺ ഒക്കേഷണൽ ഗിഫ്റ്റ്സ് ബ്രോഡ് ബൈ പീപ്പിൾ, ആൾക്കാർ വല്ലപ്പോഴും കൊണ്ടുവരുന്ന ഗിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ആസ് ദ കേസ് ഓഫ് രാജ ഓഫ് ജൻപദാസ് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ജൻപദാസിലെ രാജാസ് ആൾക്കാർ കൊടുക്കുന്ന ഗിഫ്റ്റായിരുന്നു, അവർക്ക് എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റായിരുന്നു. ദേ സ്റ്റാർട്ടഡ്, ഇവിടെ മഹാജൻപത്തിയിലായിരുന്നു ഈ രാജാക്കന്മാർ, ദേ സ്റ്റാർട്ടഡ് കളക്ടിങ് റെഗുലർ ടാക്സസ്. റെഗുലറായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനൊക്കെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്തത്? ടാക്സസ് ഓൺ ക്രോപ്സ്, അവർ കൃഷിയുടെ ടാക്സസ് ഓൺ ക്രാഫ്റ്റ് പേഴ്സൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യായിരുന്നു. ഹേർഡേഴ്സ് പെയ്ഡ് ടാക്സസ് ആസ് അനിമൽസ് ആൻഡ് അനിമൽ പ്രൊഡ്യൂസ്, ഈ അനിമൽസിനെ വളർത്തുന്നവർ അനിമൽസും അനിമലിൻ്റെ പ്രൊഡ്യൂസൊക്കെ ആയിട്ട് കൊടുക്കുമായിരുന്നു ടാക്സായിട്ട്. ടാക്സസ് ഓൺ ഗുഡ്സ് ത്രൂ ട്രേഡ്, കച്ചവടം ചെയ്യുന്നവർക്ക് ഉള്ള ടാക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സും ദേ പ്രൊവൈഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ടു രാജാവിന് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കൊണ്ടുവന്ന് ടാക്സ് ആയിട്ട് കൊടുക്കുമായിരുന്നു. ഡു യു തിങ്ക് വുഡ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ബൈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്? what do you think would have been provided by hunters and gatherers? എന്തായിരിക്കും രാജാവിന് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ, ഇതേ സമയം അഗ്രികൾച്ചറിൽ ചേഞ്ചസ് വന്നു തുടങ്ങിയിരുന്നു. ദർ വർ 2 മേജർ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ അറൗണ്ട് ദിസ് ടൈം. 2 മേജർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ഗ്രോയിങ് യൂസ് ഓഫ് അയൺ പ്ലോഷെയർസ്, ഈ കലപ്പകൾ, നിലം ഉഴുതാനുള്ള കലപ്പ, അത് ആദ്യം വുഡൻ്റെ ആയിരുന്നു, ഇപ്പോൾ അയൺ കൊണ്ട് ഉണ്ടാക്കിയത് യൂസ് ചെയ്യാൻ തുടങ്ങി, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ. ഇറ്റ് മെൻറ്റ് ദാറ്റ് ഹെവിയാണത്. ക്ലേ സോയിൽ കുഡ് ബി ടേൺഡ് ഓവർ ബെറ്റർ ദാൻ വിത്ത് എ വുഡൻ പ്ലോഷെയർ. ഒരു വുഡൻ പ്ലോ കൊണ്ട് ഉഴുതുന്നതിലും ബെറ്ററായിട്ട് ഹെവി ആയിട്ട് ക്ലേ സോയിലിനെ ഉഴുതു മറിക്കാൻ പറ്റുമായിരുന്നു. സോ ദാറ്റ് മോർ ഗ്രെയിൻ കുഡ് ബി പ്രൊഡ്യൂസ്ഡ്, കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ധാന്യത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ പറ്റും. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത്, അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ബിഗാൻ ട്രാൻസ്പ്ലാന്റിങ് പാഡി. ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നട്ടിട്ട് അവിടെ നിന്ന് പറിച്ച് വേറൊരു സ്ഥലത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഇറ്റ് മെൻ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്കാറ്ററിങ് ദ സീഡ് ഓൺ ദ ഗ്രൗണ്ട്, വിതയ്ക്കുക, സീഡ് ആദ്യം അവർ ചെയ്യുന്നത് വിതയ്ക്കുകയായിരുന്നു സീഡ്. ഫ്രം വിച്ച് പ്ലാന്റ്സ് വുഡ് സ്പ്രൗട്ട്, അതിൽ നിന്ന് പ്ലാന്റ്സ് എങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് വരും. ആൻഡ് സാപ്ലിങ്സ് വെർ ഗ്രോൺ ആൻഡ് ദെൻ പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ്സ്. അപ്പോൾ അത് ചെയ്യാതെ ഇതിനെ ഒരു സ്ഥലത്ത് മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് പറിച്ച് വേറെ സ്ഥലത്ത് നടുക, എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ദിസ് ലെഡ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസായി. ആസ് മെനി മോർ പ്ലാന്റ്സ് സർവൈവ്ഡ്. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് സർവൈവ് ചെയ്യുന്നതുകൊണ്ട് സർവൈവൽ റേറ്റ് കൂടി, പ്രൊഡക്ഷൻ റേറ്റും കൂടി. ആൻഡ് ക്യാൻ യു തിങ്ക് വൈ കിങ്സ് വുഡ് എൻകറേജ് ദീസ് ചേഞ്ചസ്? നിങ്ങൾക്ക് ഈ ചേഞ്ചസൊക്കെ എന്തുകൊണ്ട് കിങ് എൻകറേജ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതായിരുന്നു 2ാമത്തെ പാർട്ട്. നമുക്ക് അടുത്ത പാർട്ട്, ലാസ്റ്റ് പാർട്ട് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.